ഏത് ഭാര്യയാണ് ഭർത്താവിന്റെ ചോറ് തിന്നുന്നത്? ഏറ്റവും കാതലായ ചോദ്യമാണ് ചോദിക്കുന്നത്. ഏത് ഭാര്യയാണ് ഭർത്താവിന്റെ ചോറ് തിന്നുന്നത്? ഈ ഭർത്താവ് പോയി അരി ജോലി ചെയ്ത് പൈസ ശമ്പളം മേടിച്ച് കൊണ്ടുവന്ന് അരി, പലചരക്ക് സാധനങ്ങൾ, മലക്കറി, പാല്, തേങ്ങ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും, പഴവർഗ്ഗങ്ങൾ എല്ലാം മേടിച്ചോണ്ട് വെച്ച്. പഴവർഗ്ഗം അല്ലാതെ ഇതിനകത്ത് പാചകം ചെയ്യാത്ത ഏത് സാധനമുണ്ട്? പഴവർഗ്ഗം മാത്രം നമ്മൾ മേടിച്ചോണ്ട് വരുന്നത്, പഴുത്തില്ലെങ്കിൽ അവിടെ വെച്ചിരുന്നാൽ പിറ്റേന്ന് പഴുക്കും, അന്നേരം കഴിക്കാം. മേടിച്ചോണ്ട് വരുമ്പോൾ തന്നെ പഴുത്തിയാണെങ്കിൽ അന്നേരം കഴിക്കാം. ഓക്കെ, പഴവർഗ്ഗം കഴിച്ചല്ലല്ലോ നമ്മളെല്ലാം ജീവിക്കുന്നത്. പിന്നെന്താ, നമ്മള് ചോറ്, അതിന്റെ കറികൾ, അതുപോലെ കാപ്പി, അതിനുണ്ടാക്കേണ്ട കറികൾ, ഇതെല്ലാം കഴിച്ചല്ലേ ഇരിക്കുന്നത്. ആ ജോലിയാണ് നമ്മൾ പറഞ്ഞത്. രാവിലെ 6 മണി തൊട്ട് തുടങ്ങുന്ന ജോലി ഏതാണ്ട് വൈകിട്ട് 6 മണിയാകുമ്പോൾ 12 മണിക്കൂറായി. അത് കഴിഞ്ഞാൽ പിന്നെ 10 മണിയാകുമ്പോൾ 16 മണിക്കൂറായി. അപ്പൊ 2 വെച്ച്. എല്ലാ സ്ത്രീകളും രാവിലെ 6 മണിക്ക് അടുക്കള കയറുന്നവര്, ഇടയ്ക്ക് അവർക്ക് 1-2 മണിക്കൂർ റെസ്റ്റ് കിട്ടും. അത് എല്ലാ ആൾക്കാർക്കും ഉള്ള റെസ്റ്റ് ആണത്. അതിപ്പോ മൈക്കാട്ട് പണിക്കാർ വന്നാലും അവർക്ക് റെസ്റ്റ് ഉണ്ട്, മേശരിമാർ വന്നാലും റെസ്റ്റ് ഉണ്ട്, ഇലക്ട്രീഷ്യൻ വന്നാലും പ്ലംബർ വന്നാലും ഇവർക്ക് എല്ലാം റെസ്റ്റ് ഉണ്ട്. അതുപോലെ ഭാര്യ എടുക്കുന്നുണ്ട്, ഒരു വീട്ടിലെ അടുക്കള ജോലിക്കാരി എടുക്കുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യുന്ന എത്ര തച്ചാ? 2 തച്ചാണ്. രാവിലെ 6 മണിക്ക് കയറുന്ന വെച്ചോ, ചില 4 മണിക്ക് കയറുന്നുണ്ട്. ഈ രാവിലെ ട്രെയിനില് ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്ത് പോയി ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ടെന്നാ കേൾക്കുന്നത്. അവരൊക്കെ എത്ര മണിക്ക് എണീക്കണം? അവർ ചോറ് കൊണ്ടുപോകണമെങ്കിൽ എന്തെല്ലാം പ്രിപ്പറേഷൻസ് തലേ ദിവസം തൊട്ടേ തുടങ്ങണം. ട്രെയിനകത്തിരുന്ന് ഈ മലക്കറി അരിയുന്നവരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ലേഡീസ് കമ്പാർട്ട്മെന്റിൽ. അപ്പോഴ് അങ്ങനെ വരെ പ്രിപ്പറേഷൻ ചെയ്ത് നാളത്തേക്കുള്ള കാര്യം ഇന്നേ ചെയ്തിട്ട് കൊണ്ടുപോയി ആ ആഹാരം കഴിച്ച് ഓഫീസ് ജോലിയും ചെയ്ത് ശമ്പളം മേടിച്ചുകൊണ്ട് വരുന്നവര്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവരില്ലേ? അപ്പൊ നമ്മള് ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ വീട്ടില് ഒരു ജോലിക്കാരിയെ കൊണ്ടുവന്നു, അടുക്കള കാര്യത്തിനായിട്ട് കൊണ്ടുവന്നു. നമ്മൾ എത്ര രൂപ ശമ്പളം കൊടുക്കും? വീട്ടു ജോലി ചെയ്യുന്ന, അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്ന ഒരു സ്ത്രീയും ഒരു ഭർത്താവിന്റെയും ചോറല്ല കഴിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ അധ്വാനത്തിന്റെ ഒരു അംശം മാത്രമാണ് കഴിക്കുന്നത്. അല്ലാതെ ഒരു ഭർത്താക്കന്മാരുടെയും ചോറ് ലോകത്ത് ഈ അടുക്കള ജോലിയും വീട്ടു ജോലിയും ചെയ്യുന്ന ഒരു ഭാര്യമാരും ആരുടെയും ചോറ് തിന്നെന്ന് ഒരു ഭർത്താവോ അല്ലെങ്കിൽ നാത്തൂനോ അല്ലെങ്കിൽ അമ്മാവി അമ്മയോ അല്ലെങ്കിൽ അമ്മാവി അപ്പനോ കുളിര് കോരണ്ട. അവരവിടെ അധ്വാനിക്കുന്നതിന്റെ 4-1 5 മാത്രമാണ് അവർക്ക് ഭക്ഷണത്തിനായിട്ട് ചെലവാകുന്നുള്ളൂ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക. ഈ സത്യം മനസ്സിലാക്കിയ അവന്റെ ചോറ അവള് തിന്നുന്നത്, എന്റെ അണ്ണന്റെ ചോറ അവള് തിന്നുന്നത്, എന്റെ അനിയന്റെ ചോറല്ലേ അവള് തിന്നുന്നത്. ഈ തരത്തിലുള്ള അല്ലെങ്കിൽ ഭർത്താക്കന്മാര് എന്റെ ചോറല്ലേ നീ തിന്നുന്നത്, ഞാൻ പറയുന്നത് കേൾക്കണം എന്നൊന്നും പറയാൻ നാക്ക് പൊങ്ങത്തില്ല.